ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം പഠിച്ചോ? അതോ കളിച്ച് നടക്കുവാണോ? എല്ലാവരും പഠിക്കുന്നുണ്ടോ? അമ്മയൊക്കെ പറഞ്ഞല്ലോ നിങ്ങളാരും പഠിക്കുന്നില്ല എന്ന്. പിള്ളയാണോ? നിങ്ങൾ പഠിക്കുന്നില്ലേ? അങ്ങനെ അമ്മമാർ പറഞ്ഞല്ലോ പഠിക്കുന്നില്ല, കുഞ്ഞുങ്ങളൊന്നും പഠിക്കുന്നില്ല. ഉള്ള സത്യം? അതോ നിങ്ങളെല്ലാം പഠിച്ചോ? എന്താണ്? ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പാട്ടൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ച്. 1 2 3 പഠിച്ചോ? എത്ര വരെ നമ്മൾ പഠിച്ചായിരുന്നു? 10 വരെ അല്ലേ? 1 തൊട്ട് 10 വരെ നമ്മൾ പഠിച്ചില്ലേ? 1 to 10 പഠിച്ചപ്പോൾ എല്ലാവരും പഠിച്ചില്ല? 1 2 3 ഒക്കെ ചില അറിയാമല്ലോ. അറിയത്തില്ലേ? അറിയാം. ഓക്കെ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ റിവിഷനാണ് ഇന്ന്. ഓക്കെ. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക. റിവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ചെയ്യണം. ഞാനിത് ഒന്നും പറഞ്ഞു തരില്ല. അപ്പം നിങ്ങൾ തന്നെയാണ് വേണ്ടത് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം ഹെവിയാണോ അതോ ലൈറ്റാണോ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിനകത്ത് ഹെവിയായിട്ടുള്ള ഏതാണോ ആ ചിത്രം നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ചിത്രത്തിനകത്ത് ബിഗായിട്ടുള്ളത് എന്ന് വെച്ചാൽ ബിഗ് എന്ന് വെച്ചാൽ എന്തുവാണ്? വലുതായിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് ടോൾ എന്ന് വെച്ചാൽ പൊക്കം കൂടിയത്. ഇവയിൽ രണ്ടിൽ ഏതാണോ പൊക്കം കൂടിയത് അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ സ്മോൾ, ഇതിനകത്ത് ചെറുതായിട്ടുള്ളത് ഏതാണോ ഇവ രണ്ടിൽ ഏതാണ് ചെറുത് അതിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ അടുത്തത് ഇവിടെ സർക്കിൾ വരയ്ക്കാനുള്ളതാണ്. ലൈറ്റായിട്ടുള്ളത് ഏതാണോ ഇതിനകത്ത് ഭാരം കുറഞ്ഞത് ഏതാണോ അതിന് നിങ്ങൾ വൃത്തം വരച്ച് വയ്ക്കുക. അതുപോലെ തന്നെ താഴെ ഷോർട്ടായിട്ടുള്ളത് പൊക്കം കുറഞ്ഞത് അതേതാണോ അതിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ 2 ബസ് കൊടുത്തിട്ടുണ്ട്. അതിന് നീളം കൂടിയത് ലോങ് ആയിട്ടുള്ളത് ഏതാണോ അതിന് നിങ്ങൾ കളർ കൊടുക്കണം. ഓക്കെ. പിന്നെ ഇവിടെ 1 2 3 കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അപ്പോൾ 1 2 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളത് എഴുതുക. പിന്നീട് ഇത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ചൊല്ലുക. നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. 1 2 3 4 5 6 7 8 9 10 എന്ന് പറയണം. വീട്ടിലിരുന്ന് പഠിക്കണം. ഓക്കെ. എന്നിട്ട് ഇവിടെ എഴുതുക. അടുത്തത് ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവ എണ്ണിയിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ അതിന് നമ്പർ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങളതിന് സർക്കിൾ ചെയ്യണം. അതുപോലെ ഇതും സർക്കിൾ ചെയ്യണം. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതും എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണുക. എണ്ണിയിട്ട് അതിന് നമ്പർ താഴെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വൃത്തം ചെയ്യണം. അതുപോലെ ഇതും. ഓക്കെ. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം കണ്ടല്ലോ. ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്ക് നമ്മൾ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ നോക്കി ഇതിൻ്റെ ഈ നമ്പർ മാച്ച് ചെയ്യുന്നത് ഏതാണോ ഇതുമായിട്ട് ചേരുന്ന ഏത് നമ്പറാണോ അതിനെ നിങ്ങൾ ബന്ധിപ്പിക്കുക. ഓക്കെ. ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾ പഠിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് ചെയ്യുക. എന്നിട്ട് എനിക്ക് അയച്ചു തരണം. പിന്നെ മോർ ആൻഡ് ലെസ്. ധാരാളം. ലെസ് എന്ന് വെച്ചാൽ കുറച്ച്.
അപ്പം ഇവിടെ ഇതിനകത്ത് റെഡിനകത്താണെങ്കിൽ മോറാൾ, ബ്ലൂ ആണെങ്കിലോ ലെസ്, കുറച്ച് വില. അപ്പം ഇവിടെ ഷെൽഫ് 2 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെൽഫിനകത്ത് മോറായിട്ടുള്ള ഏത് ഷെൽഫാണോ അതിന് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ ഇവിടെ 2 ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിന് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ കുറച്ചും ഒരെണ്ണത്തിൽ കൂടുതലും. അപ്പോൾ ഇതിനകത്ത് മോറായിട്ടുള്ള കൂടുതലായിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് 2 പാത്രത്തിൽ. ഒന്നിൽ ധാരാളമുണ്ട്, ഒന്നിൽ കുറച്ചുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൊടുത്തിരിക്കുന്ന ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 പാത്രത്തിൽ. അപ്പോൾ അതിനകത്ത് കുറച്ച് ലെസ്സായിട്ടുള്ളത് കുറച്ച് ഏതാണോ അതിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇവിടെ തിക്ക് ആൻഡ് തിന്ന്, ഓക്കെ. അപ്പം തിക്കായിട്ടുള്ളത് ഇത്, തിന്നായിട്ടുള്ളത് ഇത് എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞത് തിന്ന്, തിക്കെന്ന് വെച്ചാൽ വണ്ണം കൂടിയത്. അപ്പോൾ ഇവിടെ 2 പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് തിക്കായിട്ടുള്ള പുസ്തകം ഏതാണോ അത് നിങ്ങൾ ടിക്ക് ചെയ്യണം, ഓക്കെ. ഇതിനകത്ത് ഈ 2 പെൻസിലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് ഏതാണോ തിന്നായിട്ടുള്ളത്, ഇത് തിക്ക്, ഇത് തിന്ന് എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞത്, അതിന് നിങ്ങൾ ടിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കളർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് തിക്കായിട്ടുള്ളത് അതിന് നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇതിന് കളർ അടിക്കുക. ഇവിടെ ഗ്രീൻ കളറും കൊടുക്കണം, ഓക്കെ. അത് നിങ്ങൾ ചെയ്യുക. അടുത്തത് നിയർ ആൻഡ് ഫാർ. അപ്പം ഇത് നിയർ ആണോ ഫാർ ആണോ? നിയർ അല്ലേ, ഇവിടെ 2 അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിയർ, ഇത് ഫാർ. ഇത് ഈ പൂച്ച കുഞ്ഞ് ദൂരെ, ഇത് ദൂരെയാണ് അല്ലേ, ഇവരിൽ നിന്നാണ് ഒത്തിരി ദൂരമല്ലേ. അപ്പം ഇത് ഫാർ. ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ട്രീയുടെ അടുത്ത്, ഈ മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണോ, ഈ കുട്ടിയാണോ അതോ ഈ ഡോഗാണോ? അതിൽ ഇവർ ആരാണോ അടുത്ത് നിൽക്കുന്നത്, ഈ മരത്തോട് അടുത്ത് നിൽക്കുന്ന ആരോ അവരെ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ വീടിൻ്റെ അടുത്തിട്ടിരിക്കുന്ന കാർ ഏതാണോ അതിനെ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇവിടെ ഒരു ബസ്സുണ്ട്, ഒരു കാറുണ്ട്. ഇത് ഏതാണ് നിയർ, അടുത്തായിട്ട് കിടക്കുന്നത്, ഓക്കെ. അടുത്തത്, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ചെയ്യുക. അടുത്തത് നമ്മൾ അടുത്ത പിക്ചർ കാണാം. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറെ പഠിക്കാം. അത് ഇന്ന് നമുക്കത് പഠിക്കണ്ട. ഇന്ന് നമ്മൾ ഈ റിവിഷൻ ചെയ്തത് പഠിക്കുക. പഴയതൊന്നും കൂടെ നോക്കി ഇത് നിങ്ങൾ ശരിയായിട്ട് റിവിഷൻ ചെയ്തിട്ട് അതിനെ ടിക്ക് ചെയ്യാനുള്ള ടിക്ക് ചെയ്യുക. അതുപോലെ പഠിക്കാനുള്ളത് പഠിക്കുക. ഹോംവർക്ക് എന്നെ അയച്ച് തരണം, ഓക്കെ. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ അയച്ച് എനിക്ക് തരണം, എങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തുള്ളൂ. അമ്മമാർ പറയുന്ന പോലെ പഠിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഒത്തിരി നന്ദി, ഓക്കെ.